നമ്മളെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. ആണ് ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഈ വീഡിയോ. ഞാൻ ഈ മിൽക്കി ബാറിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ച്. മിൽക്കി ബാർ വെച്ചിട്ടാണ്. ഇതൊരു വിഷു തീമിൽ വരുന്നതാണ് അതിൻ്റെ പാക്കേജിങ് ഒക്കെ. കാരണം അതൊരു വിഷുവിൻ്റെ ടൈമിൽ ഇറക്കിയതാണ് തോന്നുന്നത്. ബട്ട് ഞങ്ങളിത് വാങ്ങിച്ച ടൈമിൽ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ജേർണലിങ് ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ സ്റ്റിക്കർ ഊരാനുള്ള കഷ്ടപ്പാടിലാണ്. ഉറുമ്പൊക്കെ ഉണ്ടല്ലേ. ഉണ്ട് ഉറുമ്പുണ്ട്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കണത്. എന്തായാലും സ്റ്റിക്കർ കുറേ കഷ്ടപ്പെട്ടതിന് ഊരാൻ. എന്തായാലും നമ്മൾ ഇതിൽ നിന്ന് ഓരോ പാർട്സ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഒരു സ്ക്വയർ ബുക്കിലാട്ടോ നമ്മൾ ജേർണൽ ചെയ്യണത്. അത് ഞാനന്ന് ജേർണലിങ് കിറ്റ് വാങ്ങിയപ്പം അതിൻ്റെ കൂടെ കിട്ടിയ സ്ക്വയർ ബുക്കാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ കളറൊക്കെ കൊടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കളർ കൊടുക്കണം എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ കളറൊന്നും കൊടുക്കണ്ട, പകരം നമുക്ക് എന്ത് ചെയ്യാം, ജേർണലിങ് ചെയ്യാമെന്ന്. ഞാൻ കളർ ചെയ്യാൻ വേണ്ടി ആ ഇൻസ്ട്രക്ഷൻ വായിച്ചിനി. അപ്പോഴാണ് അത് ഓരോ പീസ് എന്ന് വെച്ചാൽ ആ വിളക്ക് കട്ട് ചെയ്ത് പിന്നെ ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കലാണെന്ന് മനസ്സിലായത്. അതിൽ ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്യണ്ട, അതിനേക്കാളും നല്ലത് ജേർണൽ ചെയ്യുന്നതാണല്ലോ. ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ച് നോക്ക്. കട്ട് ആൻഡ് കളർ ദ വിഷുക്കണി ആൻഡ് ലാമ്പ്. അങ്ങനെയാണ് അത് കട്ട് ചെയ്തിട്ടാണ് കളർ ചെയ്യാൻ പറയണത്. സോ ഞാൻ എന്ത് ചെയ്ത്, അങ്ങനെ കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്താൽ അത് അതിൻ്റെ ഒരു ഇത് കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ജേർണൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അതെന്തോ ഒരു തിങ്ങി നിറഞ്ഞ പോലെ തോന്നി. അത്ര കട്ടിങ്സ് വേണ്ടേനി, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ബുക്ക് കുറച്ചുകൂടി വലുതാവണേനി എന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നു. ഇതിങ്ങനെ പറിക്കണത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എടുത്തപ്പോൾ മുതൽ എൻ്റെ അനിയന് പറഞ്ഞിനി ഓനക്കും വേണമല്ലോ, അല്ലെങ്കിലും ഞാനെന്ത് സാധനം എടുക്കുമ്പോഴും ഓനക്കത് വേണ്ടി വരും. അതങ്ങനെയാണ് അനിയന്മാരൊക്കെ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ ഇത് അപ്പോൾ ഓനക്ക് കളർ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓനക്ക് കൊടുക്കുക. ബട്ട് ഞാൻ അതിന് ഒരു ഫ്ലവർ എടുത്തീനി. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് ജേർണലിങ്ങിന് കൂട്ടാമല്ലോ. ആ ഒരു ഫ്ലവർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്വയർ ബുക്ക് നിർബന്ധമില്ല. ഞാൻ എൻ്റെ അടുത്ത് സ്ക്വയർ ബുക്കാണ് ആ ജേർണലിങ്ങിന് ഞാൻ അധികം യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ സ്ക്വയർ ബുക്ക് അപ്പോൾ സ്ക്വയർ ബുക്കാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബുക്കൊക്കെ എടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് തോനെ. എൻ്റെ ബുക്ക് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഇത് ഫുള്ള് നിറഞ്ഞ് നിൽക്കണ പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക് കേട്ടോ. ഞാൻ ഇതിൽ ഓൾറെഡി 2 ജേർണൽ ചെയ്തതാണ്. പിന്നെ അപ്പോൾ 3ാമത്തെ ജേർണൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഞാൻ ഈ മിൽക്കി ബാർ എന്നുള്ള നെസ്ലെ ആ കമ്പനീൻ്റെ ഒരു നടുക്കത്തെ ആ വലിയ പേജ് ഉണ്ടല്ലോ, അതവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ വെച്ചാൽ ഇത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് മേലേക്ക് വെച്ച്. അങ്ങനെ ഞാൻ അതവിടെ വെച്ച്. പിന്നെ ഇതിൽ കുറേ ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ആദ്യമേ വെച്ച് നോക്കിയിട്ടാണ്, ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് മേലെ വെക്കാൻ തീരുമാനിച്ചത്. പിന്നെ നിങ്ങളെ പേജിനും ബുക്കിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചൊക്കെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. പിന്നെ ഈ പശ ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് തന്നെ അത് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടായിന്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ നേരം വെക്കണത് കാണുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, ലോങ് വീഡിയോ ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ എങ്ങനെ എന്താ പറയണ്ടതെന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് കിട്ടണില്ല. അപ്പം എല്ലാവരും ക്ഷമിക്കണം, സോറി. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വെച്ചൊന്ന് അമർത്തിയിട്ടുണ്ടായിന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇതിൽ നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ അമർത്തി കൊടുത്തത്. പിന്നെ ഇനി അടുത്തത് ഒട്ടിക്കണം. അതിന് മുന്നായിട്ട് ഇത് ഒട്ടിച്ചത് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? പിന്നെ എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിനി, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു റൈറ്റിൻ്റെ അതിൻ്റെ വില ഉള്ള ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തത്, അതൊരു ഹാർട്ട് ഷേപ്പിൽ മുറിച്ചിട്ട്
അതിൻ്റെ മേലെ അതിൻ്റെ ആ ഒരു റൈറ്റ് അതൊക്കെ ഞാൻ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊക്കെ ഒട്ടിക്കാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതേപോലെയൊക്കെ നടന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം ഒരു മയിൽ വന്നിട്ടുണ്ടേനി. നിങ്ങൾ സൗണ്ട് കേട്ടോന്നറിയില്ല. നേരത്തെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ, നേരത്തെ മീൻസ് ഇപ്പം തന്നെ കേട്ടോ, അത് പിന്നെ ഞാനാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സാധനം. അതാണ് ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ ഇത് ഡബിൾ സൈഡ് ടാപ്പ് ചുറ്റോട് ഒട്ടിച്ചിട്ട് ആ സെൻറ്ററിൽ ആ ഹാർഡ് പോർഷൻ വരുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിക്കണത്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യുക, അവിടെ തന്നെ പ്ലേസ് ചെയ്യണമെന്നില്ല. പിന്നെ ഈ ക്യാമറ ഞാൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യണത്. സ്റ്റാൻഡ് ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാൻഡുമ്മലാണ് ഇപ്പം അത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ കറക്റ്റായി വീഡിയോ കിട്ടൂല. ബട്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അതും ഏകദേശം കഴിഞ്ഞിട്ടോ. ഇപ്പം തന്നെ ഏകദേശം എന്തൊക്കെ ഒരു ഫുള്ളായ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഇനി അടുത്തത് ഒട്ടിക്കണം. ഇനി അങ്ങോട്ട് സ്പീഡാക്കല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെ അടുത്ത ഞാൻ വിചാരിച്ച് ഇതും ആ മിൽക്കി ബാറിന്ന് ആ ഒരു മിൽക്കി ബാറിൻ്റെ ആ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു സ്കാനറാണ്. അപ്പം അതും കൂടി ഒട്ടിച്ചാൽ ഒരു രസം ഉണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ എനിക്ക് ആ സ്കാനർ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം, അതിലെന്താ കാണണമെന്നൊന്ന് നോക്കണം. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ബോറാവുന്നുണ്ടോ? എന്തായാലും ഞാൻ ആ സ്കാനർ എങ്ങനെയാണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതാ കാണുന്ന പോലെ. പിന്നെ ഈ FSSIൻ്റെ ടാഗും പിന്നെ ബാർകോഡൊക്കെ അതും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാന്ന് ഞാൻ അതിൻ്റെ ഇടക്ക് പ്ലേസ് ചെയ്താൽ മതി. ഈ നെസ്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഊരാൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് കഷ്ടപ്പെട്ട് ഊരി ആ സ്റ്റിക്കർ ഉണ്ടല്ലോ അതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിനി. അത് ഇവിടെ തന്നെ ഒട്ടിക്കണം എന്നൊന്നുമില്ല. പിന്നെ കത്രിക കുറച്ച് വലുതാണ്, മറ്റേ കത്രിക കാണാനില്ല എൻ്റെ അടുത്തല്ലേ, അപ്പോൾ ഒന്നും കാണാനുണ്ടാവില്ല. പിന്നെ എൻ്റെ വീട്ടിൽ അനിയന്മാരും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം കാണാതാവും. പിന്നെ അതിലേറെ കുറച്ച് സാധനം കൂടി കട്ട് ചെയ്തിനി, ബട്ട് അത് നല്ലതല്ല എന്ന് തോന്നിയപ്പോൾ ഞാനതെടുത്തില്ല. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അതൊക്കെ പോട്ടെ. എന്തായാലും ഈ മിൽക്കി ബാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഇതുപോലെ ഈ ഫ്രം 2 എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ. ഉണ്ടെടാ, അത് കാണാൻ നല്ല രസമാണ്. ആ ഒരു പാക്കറ്റ് മേലെ അത് വരുമ്പോൾ നല്ല രസമാണ് അത് കാണാൻ. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പം അടിപൊളിയായിക്കാരം ചെയ്യാൻ. പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഗ്രീന്, അതിലെന്തോ ആ ഗ്രീനിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ടേനി, പക്ഷെ എനിക്കിപ്പോൾ ക്ലിയറായിട്ട് ഓർമ്മയില്ല. അതിൽ സസ്യങ്ങൾ എന്തോ കൂട്ടിയിടുന്നു, അങ്ങനെ എന്തൊക്കെയാണ് തോന്നണം അതിൻ്റെ മീനിങ്. അറിയണ പോലെ പറയണേ. പിന്നെ ആ ബാർകോഡ് ഒട്ടിച്ച് ഞാൻ പറഞ്ഞ പോലെ, പിന്നെ ഒരു വേസ്റ്റും കൊട്ട പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവർ ഞാൻ നേരത്തെ കാണിച്ച പോലെ അവിടെയാണ് ഞാൻ പ്ലേസ് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ ആ ഫ്ലവർ മേലെ ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിനി, അതൊന്ന് പൊന്തി നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിലും പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് എന്തിനാ ഒട്ടിക്കാനും പൊന്തി നിൽക്കാനും. ജേർണലിങ്ങനെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കണത് പൊന്തി നിൽക്കാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ കാണുന്ന കീ ചെയിനിലുള്ളത് ആരാ അറിയുമോ? ഗോജോ. ഗോജോ? ജുജുത്സു കൈസനിലെ JK അങ്ങനെ എന്തോ ആണ് എൻ്റെ ഷോർട്ട് ഫോം. എന്തായാലും ഞാൻ കാണലുണ്ട് ജുജുത്സു കൈസൻ, ഞാനതിൻ്റെ ഒരു ഫാനാണ്. ഇപ്പം മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് ആ ഒരു കീ ചെയിൻ. ജുജുത്സു കൈസനത്തെ ഗോജോ ആണ് അത് തോന്നുന്നു. അതിലൊന്ന് മറ്റേ UG ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും എനിക്കതിൻ്റെ കറക്റ്റൊന്നും അറിയില്ല, ബട്ട് ഞാൻ കണ്ടീനി പണ്ട് ഇതേപോലെ. അതിൻ്റെ ബുക്കൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്, ഞാൻ വായിച്ചിനി. സീസൺ 1 കണ്ടീനി, പക്ഷേ അതിൻ്റെ അടുത്തൊരു 0 ഉണ്ടല്ലോ, 0 എന്തോ പറഞ്ഞൊരു ബുക്ക് ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അത് ഇനി വായിക്കണം. ഞാൻ ഫ്രം 2 എന്നുള്ളിടത്തൊക്കെ എനിക്കങ്ങനെ ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ ഒരു ഡാഷ് ഇട്ട് കൊടുത്തു. വേറെ ഒന്നും എനിക്ക് എഴുതാനില്ല, അപ്പം അങ്ങനെ ഞാൻ ഇട്ടെടുത്ത്. പിന്നെ കുറച്ച് റൈറ്റിങ്സൊക്കെ എഴുതിയിനി, എന്തൊക്കെയോ ഉണ്ടാക്കി എഴുതിയതാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലായിക്കോളും.
ആ എന്തൊക്കെയൊക്കെ എഴുതിനി കുറച്ച് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രം ടു എന്നുള്ളിടത്തൊക്കെ അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാം. ബട്ട് എനിക്കങ്ങനെ എഴുതാനൊന്നുമില്ല. ഒന്നുമില്ലായല്ല, ഒന്നും കിട്ടണില്ല. അല്ലെങ്കിൽ ആവശ്യമുള്ള നേരത്തൊന്നും കിട്ടൂലല്ലോ. എഴുതണ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എന്തോ കാര്യമായിട്ട് എഴുതുകയാണെന്ന്. പക്ഷേ ഈ എഴുതണ കാര്യമായിട്ടൊന്നും ഞാൻ എഴുതണില്ല. ആലോചിക്കാനെടുത്ത ടൈമാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. എന്തൊക്കെയോ കാട്ടി കൂട്ടി എഴുതി വെച്ചാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ആ സംഭവം എങ്ങനെ ലോങ് വീഡിയോ ചെയ്യേണ്ടതെന്നും. ചെയ്യണം, നല്ലപോലെ ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പം എന്തായാലും എല്ലാവർക്കും ബായ്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് പറയണേ.